तुम्हारा नाम थॉमस है? हाँ। तुम्हें कमिश्नर के ऑफिस आना पड़ेगा। എനിക്കൊന്നും അറിയില്ല. താനല്ലേ ബാങ്കിൽ കിടന്ന് തോമാച്ചിന്റെ പേര് വിളിച്ചു പോയി പറഞ്ഞത്? പേരല്ലേ പറഞ്ഞ, അഡ്രസ് ഒന്നും പറഞ്ഞില്ല. വെറുതെ നമ്മളെ കുറ്റപ്പെടുത്തരുത് കേട്ടാ. തർക്കിച്ച് നിൽക്കാനൊന്നും നേരമില്ല. നമുക്ക് വേഗം ഗരാജിൽ നിന്ന് പണം എടുത്ത് സ്ഥലം വിടാം. അതാ നല്ലത്. ചിലപ്പോ തോമാച്ചൻ പോലീസിന്റെ ഇടി കൊള്ളുമ്പോ സത്യം എല്ലാം തുറന്നു പറയും. ബാ. ഗോവിന്ദ, ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദ ആയത്? വല്ലാത്ത ചതിയായി. നിനക്ക് കുഴപ്പമില്ല, എന്നെ ഇവിടെ പലർക്കും അറിയാം. എങ്ങനെയെങ്കിലും വിസ ശരിയാക്കി പോലീസ് തപ്പുന്നതിന് മുമ്പേ നാട് വിടണം. പിന്നെ പോലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീയല്ലേ പറഞ്ഞ ജയിലിൽ ഉണ്ട തിന്നാൻ കിട്ടുന്നത്? പോയി തിന്നടാ. മതി മതി, കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. കാര്യങ്ങളുടെ ചൂടാറുന്നവരെ മുറിക്ക് പുറത്തിറങ്ങണ്ട കുറച്ചു കാലത്തേക്ക്. വാ. വരുന്നില്ലേ? വരുന്നു. ആ, अभी से बैचलर लोगों को किराए पर घर नहीं देने का एक कमेटी का फैसला है. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഗോവിന്ദൻകുട്ടിയെ പറഞ്ഞു വിടാന്ന് തീരുമാനിച്ചു. ഇന്ന് എന്റെ ഭാര്യ, നാളെ നിങ്ങളുടെ പെങ്ങള്. അങ്ങനെ പെണ്ണുങ്ങൾ ഉള്ളിടത്തൊക്കെ കയറും. വെറുതെ മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കാതെ ഇറക്കി വിട്ടേക്ക്. ആ ദേ വരുന്നു. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ ദേ കടയിലേക്ക് പോകും. കാലെ പിടിക്കാൻ നിലത്തടിക്കും കേട്ടോ. അയ്യേ, ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആര്? ഇവിടുത്തെ കമ്മിറ്റി. എന്തിന്? നീ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോന്ന് പറയുമ്പോ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. പോയേ പറ്റൂ. പെട്ടിയെടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട് ഓണർ. വാതില് താഴിട്ട് പൂട്ടി. ഇത് എവിടുത്തെ ന്യായം? ഇവിടുത്തെ ന്യായം. നീ പോടാ പറ്റി. കുത്തി കൊടലിയാലെടുക്കും. കൊല്ലങ്കാരുടെ സ്വഭാവം നിനക്കൊന്ന് പറഞ്ഞുകൂടാ. ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ നിന്നോളാം. ഞാൻ നിൽക്കില്ല. കാരണം കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യുവന്മാരുടെ ഇടികൊണ്ട് നിന്റെ ഷേപ്പ് മാറുന്ന ഞാൻ കാണേണ്ടി വരും. ഞാൻ നിൽക്കില്ല. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ നിൽക്കില്ല. ഞാൻ പോയിക്കോളാം. ബെസ്റ്റ് ജാതകം. ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടെ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച്. ഒരു 7-7:30 ആയി കാണും. ഇവിടെ മൈത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എവിടെ പോയി കിടക്കും? തൽക്കാലം പെട്ടി കൊണ്ടാ തങ്കന്റെ കടയിൽ വെക്കാം. എന്നിട്ടൊരു സ്ഥലം തപ്പാം. വാ. വെറുതെ പേടിപ്പിക്കാൻ ഓരോ മുഖം ഉണ്ടാക്കി വെച്ചേക്ക. ഇവൻ തന്നെ. എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. എന്തായടോ ആ പുതുവാളിന്റെ കാര്യം? അയാളെ കണ്ടോ? കണ്ടു. എന്റെ മുതലാളി ഒരു കുപ്പി കള്ളിന് വേണ്ടി എന്ത് തന്തയില്ലായ്മയും കാണിച്ചോട്ട് നടന്നിട്ടവനവൻ. ഇപ്പൊ ഏതോ അമ്പലത്തിലോ പള്ളിയിലോ പോയി ധ്യാനിച്ച് കള്ളുകൂടി നിർത്തി സത്യവും ധർമ്മവും പറഞ്ഞോണ്ട് നടക്കുക. 10-30,000 മലയാളികളുള്ള ഈ ബോംബെയിൽ മുതലാളി അയാളുടെ കുപ്പി തെറ്റെന്ന് ചാടിയല്ലോ. മുതലാളിയുടെ കഷ്ടകാലവും എന്നല്ലാതെ ഞാൻ എന്താ പറയാ? അപ്പോ അവനൊരുത്തനെ ഒതുക്കി കിട്ടിയാൽ എന്റെ കാര്യം താനേറ്റു. അതേനേറ്റു. മറ്റേ കാര്യങ്ങളൊന്നും എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം കൊക്കം വളർത്തുന്നു. ആ കൊക്കല്ല മുതലാളി, ഈ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അതൊന്നും ഒരു കുഞ്ഞു അറിയില്ല. വയ്ക്കോ, കോർട്ടിൽ നിന്ന് കാണാം. നീ കരയണ്ട. ആ കാശടിക്കാൻ വേണ്ടി ഗോവിന്ദൻകുട്ടി അവന്റെ കൂടെ ഉള്ളവരും ചേർന്ന് എന്നെ ഒറ്റിക്കൊടുത്തതാ. പക്ഷെ അത് അവന്മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ കാശെടുത്ത് അവിടെ നിന്ന് മാറ്റി. എനിക്ക് സമാധാനമായി. ചേട്ടൻ അത് എവിടെ വെച്ചിരിക്കുന്നേ? ഞാൻ പുറത്തു വരുന്നത് വരെ അതാരും അറിയാൻ പോകുന്നില്ല. അയ്യോ, ഈശ്വരനാണ് സത്യം. ഞാൻ കൊന്നു അറിഞ്ഞൂടാ. നിങ്ങളെ ചതിച്ചതെന്നാ അങ്ങനെ പറയുന്നേ? എന്റെ പൊന്നു പെങ്ങളെ
പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, കേസ് തോക്കുന്നുണ്ട് അയാൾ ഒറ്റയ്ക്കകത്ത് പോവില്ല, കൂടെ കൂട്ടുനിന്ന് നിങ്ങളും ഉണ്ടാവും പറഞ്ഞു. നമുക്ക് എവിടെയെങ്കിലും പോയി വിളിക്കാം. എന്തിന്? അയാൾ ഇവിടെ ചാത്താക്കെന്ന് പറഞ്ഞാൽ അതല്ലേ നീ ഓടിയത്? ഞാൻ ഓടി അതിനൊന്നുമല്ല. ഈ തരീറക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഡിസക്ക് ഒരു 50,000 രൂപ അടച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഇയാളെ കാശുണ്ട്. അതിന് നീ ഓടി എന്തിന്? ഈയിടെ അയാൾ കോടതി കെട്ടിവെക്കാൻ എന്ന കാശെടുത്താ ഞാൻ വിസയ്ക്ക് കൊടുത്തത്. അന്ന് മുകളിൽ പോലീസിനെ കൊണ്ട് നടക്കുക എന്നെ തപ്പാൻ. ഇയാളും അവളും തമ്മിൽ എന്ത് ബന്ധം? അതന്വേഷിക്കാൻ നിന്ന തോമസ് ചേട്ടൻ നമ്മളെ അകത്താക്കുന്നതിന് മുമ്പ് ഇയാൾ നമ്മളെ അകത്താക്കും. നമ്മളെ? ആ, ഞാൻ അകത്തായ നീ അതെങ്ങനെ? ഞാൻ നിന്റെ പേര് പറഞ്ഞു കൊടുക്കില്ലേ? കുട്ടിക്ക് എന്തിനാ എന്റെ ഓട്ടോഗ്രാഫ്? ഞാനൊരു ഫാനാ. എന്താ പേര്? എലീന. ആ, എന്താ ഇവിടെ? ലോ പ്രാക്ടീസ് ചെയ്യാൻ ഇന്ത്യയിൽ വന്നതാ. ഓഹോ, നമ്പീഷൻ വക്കീലെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ലോ. കണ്ടതിൽ സന്തോഷം. अच्छा 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 വരല്ലേ പറഞ്ഞു പറയുന്ന മനസ്സിലാക്കി. അച്ഛനെ വിളിച്ചതല്ല, അച്ഛാന്ന് പറഞ്ഞത്. അച്ഛാന്ന് പറഞ്ഞ ഹിന്ദി നല്ലത്. വലിയ മെനക്കേട് തന്നെ നിന്റെ കാര്യം. ചേട്ടാ ആ പെട്ടി ഞെട്ട്. ആ, നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമല്ലോ, നീ ഇതൊന്ന് കൂട്ടി വായിച്ചേ. തമ്പുരാന് വന്ന ടെലഗ്രാം. അമേരിക്കൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനും ആരാണ്ട് വരുന്നെന്ന്. വണ്ടി അയക്കണമെന്നോ വല്ലോ എഴുതിയിട്ടുണ്ടോ നോക്കി. എന്താ എന്താ എഴുതിയിരിക്കുന്നത്? റീച്ചിങ് ടുമോറോ മോർണിംഗ്. നാളെ തന്നെ വരുന്നുണ്ട് രാവിലെ. സമാധാനമായി. എയർപോർട്ടിലേക്ക് വണ്ടി അയക്കണമെന്നോ മറ്റോ? നോ, വണ്ടി അയക്കണ്ട, നേരിട്ട് വന്നോളാന്ന്. ആ നമ്പീശൻ ഒന്നും പറയാണ്ട് ടെലഗ്രാം വീട്ടിലേക്ക് കൊടുത്തയച്ചു. എന്തായാലും കാത്തിരിപ്പ് അവസാനിച്ചല്ലോ. ഈശ്വരൻ കാത്തു. വരട്ടെ. ഇങ്ങോട്ട് മാറ. എന്താടാ സ്ഥലം വല്ലതും കിട്ടിയോ? കിട്ടിയതുപോലെ തന്നെ. ചേട്ടനാ പെട്ടിയെന്ന് എടുത്ത്. നീ എന്തിനാ അയാളോട് ഞാൻ തന്നെ എടുത്തോളാം. അയാളോട് കള്ളം പറഞ്ഞു? 6 മാസം കഴിഞ്ഞ് അയാളുടെ കൊച്ചവും വരുന്നല്ലേ അതിൽ എഴുതിയിരിക്കുന്നത്? എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ കണ്ടല്ല. അല്ല, അയാളുടെ കൊച്ചു നാളെ. അതെങ്ങനെ? നീയാണ് അയാളുടെ കൊച്ചുമോൻ. ഞാൻ എങ്ങനെ അയാളുടെ കൊച്ചുമോനാവും? പറയാം. നീയാണ് കുഞ്ഞുണ്ണി. ഞാനാ? ഇട കയ്യിൽ 10 കാശില്ല. തോമസ് കുഴപ്പിച്ച പോലീസ് നമ്മളെ തപ്പും. തോമസ് എന്തിന് തപ്പുന്നത്? ഇട പോലീസ് തപ്പുന്നു. തെരുവിൽ കിടക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. അയാളുടെ കൊച്ചുമൻ 7 വയസ്സിലെങ്ങാണ്ട് വീട് വിട്ടു പോയതാ. കണ്ണ് കണ്ടുകൂടാത്തോണ്ട് അവനിപ്പോ എങ്ങനെ ഇരിക്കുമെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. താമസിക്കാൻ ഒരിടം തൽക്കാലം അത്രയും കരുതിയാൽ മതി. അപ്പൊ ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ടൊക്കെ ഉടക്കായതുകൊണ്ട് ആരും അങ്ങോട്ട് വരാനേ പോകുന്നില്ല. 6 മാസത്തിനും നമ്മുടെ കേസൊക്കെ ഒന്ന് തണുക്കും. നമ്മുടെ കാശിന്റെയും വിസയുടെയും കാര്യത്തിനൊരു തീരുമാനവും ആവും. അപ്പൊ നീ അവിടെ താമസിക്കും? നമ്മൾ രണ്ടുപേരും അവിടെ തന്നെ താമസിക്കും. ഞാനൊരാൾ അവിടെ ഉണ്ടെന്ന് അവരറിയാനേ പോകുന്നില്ല. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അപ്പൊ അല്ല പൊറോട്ട കഴിക്കും. കാര്യങ്ങളൊക്കെ സിമ്പിളാണ്, കോംപ്ലിക്കേഷൻ ആക്കരുത്. ഒരാളും അറിയരുത് നിന്റെ കയ്യിലാ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ല. എടാ, മരുന്ന് ഡപ്പിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ. എടുക്കണോ? പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താടാ? മരുന്ന് അതെ, അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ള. അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ. എടാ, നിന്റെ കയ്യിൽ വന്നതിന് ശേഷമുള്ള അത് ഒളിപ്പിച്ചു വെക്കുക. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എടാ കഴുത, താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് ഇപ്പോഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യില് പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ, നിന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്. ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ കയ്യിലില്ലാന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരും അറിയരുതെന്നാ പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്. എന്താണ്? അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. ആ, അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായൻ പറഞ്ഞത്.
ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. വെറുതെ അല്ല ജയിലിൽ കിടക്കുന്നത്. എന്റെ ഉണ്ണികൃഷ്ണ, എന്റെ കുഞ്ഞിനെ വേഗം ഇങ്ങെത്തിച്ചു തരണേ. എന്റെ ഈ കാത്തിരിപ്പിനൊരവസാനം ഉണ്ടാക്കി തരണേ കണ്ണ. ആരാ आराधे कौन कोई भिखारी हो तो आज नहीं देगा कल्लाना कल्लाना കള്ളനാണെന്ന് മനസ്സിലായി. ഇതല്ല ഹിന്ദി. ഞാൻ ഉണ്ണിയാ, കുഞ്ഞുണ്ണി. എന്റെ മോനെ നീ വന്നോടാ കുഞ്ഞുണ്ണി. സേതു വാ, കുഞ്ഞുണ്ണി വന്നു. നഖങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ അടുക്കി അടുക്കി നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ് ഗോവിന്ദൻകുട്ടി. അവിടെ നിന്ന് വീണാ മതി, മൂക്ക് കുത്തി വീഴും, പിന്നെ എണീക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. വലിയ തത്വമൊന്നും പറയണ്ട. നിക്കക്കളിയില്ലാത്ത നിലയിലാണ് നമ്മള്. തത്തയെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ഞാൻ പഠിപ്പിച്ചതല്ലേ. പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നു. പറ്റില്ലെന്ന്. ഇവിടെ വന്നപ്പോ എന്റെ കൈയും കാലും വിറച്ചു പോയി ഗോവിന്ദൻകുട്ടി. കണ്ണൻ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ കുഞ്ഞുണ്ണി വന്നു. എവിടെ മോനെ? നീ എന്താ കുഞ്ഞുണ്ണി? ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയി പോയി. എന്റെ മോനെ കുഞ്ഞുണ്ണി. നീ അങ്ങ് വളർന്ന് വലുതായി പോയല്ലോ കുട്ട. വർഷം എത്രയായി അച്ഛമ്മ കാത്തിരിക്കുന്നു. അച്ഛമ്മേന്നൊന്നും വിളിക്കും മോനെ. അച്ഛമ്മ മുമ്മേ. അതാരാ? ആരാത്? ആരാ കുഞ്ഞുണ്ണി കൂടെ? നേരത്തെ കേട്ട ശബ്ദമല്ലല്ലോ അത്. ആരാ ചോദിച്ചത് കേട്ടില്ലേ? ആരാന്നാ ചോദിച്ചത്? ആരാ? ഞാൻ തന്നെ. സന്തോഷം കൊണ്ട് ശബ്ദം ഇടറിപ്പോയത് അപ്പൂപ്പ. അപ്പൂപ്പനോ? അച്ചച്ചൻ. അച്ചച്ചനും അമേരിക്കയിൽ നിന്ന് വന്നപ്പോ കഴിച്ചതൊക്കെ മറന്നുല്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒന്നല്ലേ. അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഉണ്ണിയാ നീ ഇപ്പോഴും. മണം മാറി, മുഖം മാറി. അമേരിക്കയിലൊക്കെ ആയിരുന്നോണ്ട് നല്ലോണം വെളുത്ത് കാണൂല്ലേ? വെളുത്തൊരു വഴിയായി. കിന്നാരമൊക്കെ പിന്നെ പറയാം. വാ വന്നട്ടെ. മോമ്മ ഒത്തിരി ദൂരേന്ന് വരികയല്ലേ, ക്ഷീണം ഉണ്ടാവും. കുളിച്ച് വല്ലതും കഴിക്കട്ടെ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛമ്മ എന്നെ ഇവിടെ, ഞാൻ പെട്ടി എടുത്തോണ്ട് വരട്ടെ.